പ്രബുദ്ധ പൗര മാനവ മുന്നണിയുടെ രണ്ടാമത് പരിപാടി പ്രഭാഷണ പരമ്പര. അത് നമ്മുടെ വിശ്വവിദ്യാ ഗുരുകുലവും പ്രബുദ്ധ പൗര മാനവ മുന്നണിയും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു അവസരം തുറന്നു വെക്കുകയാണ്. ഇന്നത്തെ വിഷയം ഫെമിനിസവും ഹ്യൂമനിസവും. രണ്ടും വർത്തമാനകാലത്ത് വളരെ പ്രസക്തവും ഇഴപെരിയാത്ത കൂട്ടുകാരെ പോലെയോ ഇഴപെരിയാത്ത ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മുടെ മുമ്പിൽ വളരെ പ്രസക്തിയോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. സാമൂഹ്യ ജീവിതത്തിൽ ആർക്കും അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത ഒരു വിഷയമായി അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത്തരം വിഷയങ്ങളിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തന്നെ വളരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശക്തിയുള്ള ഒരാളാണെന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ശ്രീമതി ജിജി ശങ്കരൻ. അപ്പോൾ അദ്ദേഹത്തെയും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി സ്വാമിജിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വിഷയം അവതരിപ്പിക്കുന്ന ശ്രീമതി ജിജി ശങ്കരനെയും നന്ദി പറയാനുള്ള സക്കറിയെയും അതുപോലെ മുഴുവൻ ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ ഗൂഗിൾ മീറ്റിലെത്തിയിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ഈ പ്രബോധത്തിൻ്റെതായ സർഗ ചിന്തകളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷനെ ഞാൻ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ജിജി ശങ്കരൻ ഇംഗ്ലീഷിലാണ് ഈ വിഷയം ഭൂരിഭാഗവും പ്രസന്റ് ചെയ്യാൻ സാധ്യത എന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും വെൽക്കം. പിന്നെ ജിജിയുടെ ഒരു വിദ്യാഭ്യാസകാല സുഹൃത്ത്, ഇപ്പോഴും സുഹൃത്ത് തന്നെയാണ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഫാത്തിമ, വെൽക്കം ഫാത്തിമ. ഞാൻ കൂടുതൽ ദീർഘമായിട്ട് ഇപ്പോ ഒരു പ്രസംഗം നടത്തുന്നില്ല. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുമ്പോൾ പറയാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ജിജിയെ പ്രസന്റേഷന് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. ഇവിടെ ബദരി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇത്. എന്തൊക്കെയാണ് ജിജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് കേൾക്കാൻ എല്ലാവർക്കും എന്നതുപോലെ എനിക്കും പ്രത്യേക കൗതുകമുണ്ട്. നമ്മൾ പറഞ്ഞതും മനസ്സിലാക്കിയതും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിശ്വവിദ്യാ ഗുരുകുലത്തിലൊക്കെ ഈ വിഷയം. അത് ജിജി എങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോ നമുക്ക് ശ്രദ്ധിക്കാം, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഞാൻ ഫാത്തിമയെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. A very warm good evening to all present here, and my sincere gratitude to Swami Vishwabhadrananda Shaktibodhi for making this talk possible. Human life is neither patriarchal nor matriarchal. Actually, life is a great venture of men and women in all aspects. But our history doesn't appreciate or proclaim equal importance of motherhood and fatherhood. PPMM, Prabuddha Paura Manava Munnani, aims at or consciously work for equal importance to men and women in history, present, and future. How the equal status of men and women was ignored in history and not accepted by the people who very well knew the importance of it.
There are different interpretations for it: economical, social, etc. A male hegemony is one of the reasons. God became authoritative. God became man. And God became authoritative men who ruled the world. And his representation on earth was also men, whether they were called Jewish by Christians, Brahmins by Hindus, or Muslims. The concept and the content were male chauvinism. And this continued for 3,000 years. The mindset followed for ages is what's still continuing and considering women as second. We had a Rishika called Gargi in Brihadaranyaka Upanishad, a Upanishadic mistress whose philosophical questions were so sharp that Yajnavalkya could not answer her. And out of his helplessness and frustration, threatened to curse her by saying that her head be broken into pieces if she asked more questions. Such philosophical depth and argumentative women exist in India. They were called Brahmavadinis. We don't know when exactly did Brihadaranyaka Upanishad existed, but it was before Gautam Buddha, that is 3,000 years ago. Since this 3,000 years, there was no other Gargi in the history. In our houses, our families, did any of the parent, grandparent, priest, pandits, etc. ever wish there was another Gargi? They only wish to have Sita. This is where the problem lies. Our tradition somehow puts aside women from the mainstream. നമ്മുടെ പ്രാചീന ഇന്ത്യയില് ബൃഹദാരണ്യക ഉപനിഷത്തില് ഗാർഗി എന്ന് പറഞ്ഞ ഒരു ഋഷിക്ക ഉണ്ടായിരുന്നു. ഋഷിക്ക ഉപനിഷത്തിക് വേഴ്സസിലും ഫിലോസഫിയിലും മാസ്റ്റേഴ്സ് ആണെന്നു. ഗാർഗി അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് യജ്ഞവൽക്കരനെ കുറെ ഷാർപ്പ് ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നു. അപ്പൊ യജ്ഞവൽക്കരന് ശരിക്കും ഉത്തരം മുട്ടിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗാർഗി ഇനി നീ ഇങ്ങനെ ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിന്റെ തല പൊട്ടിപ്പോട്ടെ എന്ന് എനിക്ക് ശപിക്കേണ്ടി വരുന്നു. അത്രയും സ്ട്രോങ്ങും ലോജിക്കൽ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ത്രീകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരെ ബ്രഹ്മവാദിനികൾ എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഇത് ഈ ബൃഹദാരണ്യക ഉപനിഷത്ത് എപ്പോഴാ എക്സിസ്റ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് തീർച്ചയായും 3000 വർഷത്തിന് മുന്നാടുന്നു. ഗൗതം ബുദ്ധയ്ക്ക് മുന്നാടുന്നു. പിന്നെ ഈ 3000 വർഷത്തിന്റെ ഇടയിൽ നമുക്ക് ഒരിക്കലും ഒരു ഗാർഗിയെ കണ്ടെത്താൻ പറ്റിയില്ല. നമ്മുടെ വീടുകളിലും ഫാമിലീസിലും പാരൻസും ഗ്രാൻഡ് പാരൻസും മുത്തശ്ശന്മാരും പണ്ഡിതരും ഒക്കെ ആഗ്രഹിച്ചിരുന്നത് ഒരു സീതയാണ്, ഒരു ഗാർഗിയല്ല. ഇതെന്തുകൊണ്ട് ഉണ്ടായി? ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ട് ഉണ്ടായി? സ്ത്രീകളെ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു? സ്ത്രീകൾ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു? ഈ ഒരു അവസ്ഥ 16ാം നൂറ്റാണ്ടില് യൂറോപ്പിൽ ഉണ്ടായിരുന്നു. ഇത് വർജീനിയ വുൾഫിന്റെ ഒരു പുസ്തകത്തിൽ, റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഷേക്സ്പിയറിന്റെ പോലെ ഷേക്സ്പിയറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കും
ഷേക്സ്പിയറിന് കിട്ടിയ പോലത്തെ അവസരങ്ങളോ അല്ലെങ്കിൽ ഹോണറുകളോ കിട്ടുമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇനി ആ കാലത്ത് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജീനിയസ് ഉണ്ടായില്ല? എന്തുകൊണ്ട് ഉണ്ടായില്ല? ഇനി ഉണ്ടാവാമായിരുന്നെങ്കിൽ she wouldn't have been in labor class or uneducated class. That was her argument. ഇനി in case അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെങ്കിൽ she would have died out of loneliness, fear and mock death. എന്നുവെച്ചാൽ ഒറ്റപ്പെട്ട് she wouldn't have got all the opportunities what Shakespeare had. ഇനി നമുക്ക് third session of the talk പോവാം. Until now we saw how in spite of being equal contributed to human life, men and women were treated differently by society. How this unequal status evolved. Saw how examples of prominent women in ancient India, traditional forbiddance of women from mainstream, and existence of similar situation in Europe. The fourth and the most important part of session is a question that why women were not given freedom. Let's see why women were not given freedom. It's based on two arguments. First, if women were given freedom, then there wouldn't have been children. And if there were children, nobody wouldn't have known whose children they were. This is the base of major patriarchal concepts. Second point, if a woman says she wants to have babies, she don't want to have babies, and was allowed to stand by her will without facing any consequences, then no woman would have babies. Men fear this, or religious institutions fear this. Or to be more precise, social institutions feared this. So they decided women should not be given freedom. Secondly, if women use their freedom completely and choose to sleep with all men she liked, then the babies born never would have identified their fatherhood. But it was utterly necessary to identify fatherhood, especially to claim father's property. It was like I would only part my property to my children, so he or she, so her or his fatherhood was important. From this, we understand that this was a problem among rich and not among poor. Here, the concept of pure blood and impure blood took root. My son, my wife, and to my wife completely be mine, she should be kept under parda. She should be domesticated inside the four walls. That is, other men should not see them, and they should not see other men. Then only I can make sure that it's my wife and my children. There was some same doubts and worry in Ram about Sita in Ramayana. In Bhagavad Gita too, Arjuna had the same concern about war widows. But we don't have such situation now because of DNA tests and advancement in science. No one can hide their fatherhood now. ഈ ഒരു സെഷനിൽ like this part of the session,
സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം അഭിമുഖീകരിക്കുകയാണ്, ഐ മീൻ ഫേസ് ചെയ്യാണ്. അതിൽ 2 ആർഗ്യുമെന്റ്സ് ആണ് കൊണ്ടുവന്നത്. സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാമായിരുന്നില്ല. കുട്ടികൾ ഉണ്ടായാൽ തന്നെ ആദ്യ കുട്ടികളാന്ന് അറിയുമായിരുന്നില്ല. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു പാട്രിയാർട്ടിക്കൽ കോൺസെപ്റ്റില്. സെക്കൻഡ്ലി, that is, woman, if she refuses to have babies, സ്ത്രീകള് പ്രസവിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരുന്നെങ്കിൽ men feared it. And to be more precise, religious institutions and social institutions feared it. അപ്പോ they decided സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരുടെ ഈ ഒരു ആൾബലം നഷ്ടപ്പെടുമായിരുന്നു എന്ന് ഭയന്ന് അവര് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാണ്ടിരുന്നു. ഇനി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമായിരുന്നെങ്കിൽ, കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുമായിരുന്നെങ്കിൽ, അവർ അവരുടെ ഇഷ്ടമുള്ള പുരുഷനെ പ്രാപിച്ചേനെ. അപ്പൊ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ആരുടെ കുട്ടികളാന്ന് അറിഞ്ഞില്ല. അപ്പോ ദിസ് വാസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സ്വത്ത് കൈമാറണമെങ്കിൽ ഇത് ആരുടെ കുട്ടികളാന്ന് അറിഞ്ഞേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പ്രത്യേകിച്ച് റിച്ച് പീപ്പിളുടെ ഇടയിലായിരുന്നു. പാവങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ രക്തവാദം ഒരു റൂട്ട് ചെയ്തു. എൻ്റെ മോൻ എൻ്റെ ഭാര്യ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് ഓർപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവള് പർദ്ദയുടെ ഉള്ളിലായിരിക്കണം, അല്ലെങ്കിൽ വീടിന്റെ 4 മുറിയിൽ ആയിരിക്കണം. എന്നാലാണ് എനിക്ക് ഓർപ്പിക്കാൻ പറ്റുള്ളൂ ഇത് എൻ്റെ ഭാര്യ എന്നുള്ള ഒരു പാട്രിയാർക്കൽ തോട്ട് ഉണ്ടായിരുന്നു. ഇത് സെയിം രാമായണത്തിലും രാമൻ സീതയെ പറ്റി ഒരു ചെറിയൊരു പ്രകടനം ഉണ്ടായിരുന്നു, ഈ ഒരു വറീസും കാര്യങ്ങളും. ഇതന്നെ ഭഗവത്ഗീതയില് അർജുനൻ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകളുടെ അവസ്ഥ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇന്നത്തെ അവസ്ഥയില് നോക്കുകയാണെങ്കിൽ വലിയ റിലവൻസ് ഇല്ല. എന്താ വെച്ചാൽ ഇന്ന് DNA ടെസ്റ്റ് പോലത്തെ സയന്റിഫിക് ബേസ്ഡ് കണ്ടുപിടുത്തങ്ങളുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ആർക്കും ഇത് നിഷേധിക്കാനോ ഒളിക്കാനോ പറ്റില്ല. The last part of the session is about current freedom. I think another 10 minutes. Current freedom for women. ഒരു മിനിറ്റ്. It was decided to give women freedom by capitalist society. But why? The question is vital and it's important. Let's find the answer. Let's take an example of lipstick trader. Okay.
this way, capitalists showed interest in giving in a market. Now let's of capitalism. Men and women of equal skill and potentials are employed. Capitalists very well knew that they are equally skilled, but when it comes to labor charges and remuneration part, they biasly paid women less. So all capitalists in production side supported freedom for women, so that more women's workforces were generated. They say this not because they are concerned about women's freedom, because they are concerned about their profit. The same capitalist also stands against freedom of women when it comes to their profit. For example, a garment trading capitalist does a market survey and find out that there are 200 crores Muslims, and out of them, there are 100 crore women who use pardas. So if he sold 100 crore pardas, he will have profit of 100 crores. Having known this, he will target Muslim institutions and fundamentalists, bribe them or induce them to promote parda usage in the name of culture and religion. This is the present scenario of how capitalist encashes his profit by standing for women freedom as well as against women freedom. Patriarchal society or attitude towards women and capitalist attitude towards women are sincerely not in favor of women. Feminist Anne Kent Rush, in her essay, The Politics of Feminist Spirituality, says that reforming patriarchal religion is not possible as reforming capitalism. For centuries, women have been branded as unclean, as devil, or the impure, corrupt of men, until the feminist movement took form in late 18th century and through 19th century. This was a movement for equal treatment of men and women. According to it, feminism is the rational notion that women are human beings. Feminist sexuality is one of the aspects of it. However, the feminist sexuality is not the ultimate feminist imperative or the ultimate weapon of liberated women, as per D.H. Lawrence. It's hard to find such liberated women, as D.H. Lawrence explains. But it is much more harder to do away with 3,000 years accumulated mindset. But a small step to understand women and help them enter the mainstream will make a drastic change in equality and mankind. I stop here because I think I have taken enough time. Right now, I'm not able to explain things in Malayalam. I'm sorry. I had prepared, but കുറച്ച് നെർവസ് ആയിപ്പോയി ഈ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നപ്പോൾ. I apologize for that. Any questions?
ഇപ്പൊ 9:10 സമയം. കേൾക്കാനില്ലേ? ആ കേക്കാണ്ട്. 9:10 ഇപ്പോ സമയം. 12 9:12. നമുക്കൊരു 10 മണി വരെ ഏകദേശം വേണമെങ്കിൽ ചോദ്യങ്ങളൊക്കെ ആവാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ആൻസർ ചെയ്യാം. ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമായിട്ടല്ല, അഭിപ്രായങ്ങളും പറയാം. ഹലോ, അഭിപ്രായം പറയുന്ന ആളുകളുടെ അവിടുത്തെ പേര് പറയണം. കേൾക്കാനുണ്ട്. ഹലോ. ഹലോ. ഞാൻ കൃഷ്ണദാസ് TV, പാലക്കാടാണ് എൻ്റെ വീട്. ഇവിടെ റേഞ്ചിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പമുള്ള സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന വീട്. അതുകൊണ്ട് കുറച്ചപ്പുറത്ത് റേഞ്ച് കിട്ടുന്ന ഒരു ഓഫീസിലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ കൂടുതലായി സംസാരിച്ചതൊന്നും വലിയ ഇതായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിക്കണം, അത്രയേ എനിക്ക് അറിവുള്ളൂ. പക്ഷേ ഇത്രയും കാലം സ്ത്രീയെ അടിമയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് തെറ്റാണെങ്കിൽ അത് തിരുത്തണം. അതിന് ഒരു പ്രധാന കാരണം സ്ത്രീകൾ സ്വയം അടിമയാകാൻ തീരുമാനിച്ചത് കൊണ്ടാണോ എന്നൊരു സംശയം ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഏത് സ്ത്രീയും സ്വയം പര്യാപ്തതയിലേക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് എത്ര വലിയ അടിമത്തത്തിന് ഉണ്ടെങ്കിലും അതിനെതിരെ പോരാടാൻ എന്തുകൊണ്ട് ഈ സ്ത്രീകൾക്ക്, അപൂർവം ചിലവരൊക്കെ ഉണ്ട്, ഝാൻസി റാണി അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ കാണാറുണ്ട്, അത് എന്തുകൊണ്ട് ഒരു ഭൂരിഭാഗം സ്ത്രീകളിലും അത് കാണുന്നില്ല? അങ്ങനെ ഒരു ആവേശം, ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടവളാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് അറിയാനുള്ളത്. എല്ലാവരും എന്തായാലും പ്രസൻറ്റിങ് നന്നായി, വളരെ സന്തോഷം, നിർത്തുന്നു. ഇതിനെ പറ്റി ഞാനൊരു എൻ്റെ ഒരു തോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഫിസിക് വെച്ച് നോക്കുകയാണെങ്കിൽ ലേഡി ഒരു വീക്കാണ്, മെൻ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആണ്. അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എന്താണ് സ്ട്രെങ്ത്, എന്തിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് കാണുന്നത്? അപ്പോ ഈ ഝാൻസി റാണിയുടെ കാര്യം പറയുകയാണെങ്കിലും ജോൺ ഓഫ് ആർക്കിന്റെ കാര്യം പറയുകയാണെങ്കിലും അവരുടെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒരു വാർ ടാക്ടിക്സിലോ അവിടെയാണ് അവരുടെ സ്ട്രെങ്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കണ്ടംപററി വേൾഡില് സ്ത്രീകൾ സ്ട്രെങ്ത് കാണിക്കുന്നത് ഇന്റലക്ച്വൽ ബേസിസിലാണ്. അപ്പോ സ്ട്രെങ്ത് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? അപ്പൊ ഒരു ഫിയർ ഉണ്ട്, അതിലൊരു ഫിയർ ഉണ്ട്, പേടിയുണ്ട്. എന്താ വെച്ചാല് വീക്കർ സെക്ഷൻ ഈ ഒരു 3000 കൊല്ലത്തോളം ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു 4 മുറിയുടെ അല്ലെങ്കിൽ മെന്റലി അവര് വീക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടെ പോയിട്ട് ഒരു സുപ്രഭാതത്തില് യു കനോട്ട് എക്സ്പെക്ട് ദം ടു ബി സ്ട്രോങ് ആൻഡ് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ആയിട്ട് തീർച്ചയായും മെൻ കോണ്ടർപാർട്ടിന്റെ സപ്പോർട്ടും ഹെൽപ്പും അവർക്ക് വേണം. അവര് തന്നെ വിചാരിച്ച അങ്ങനെ തന്നെ വിചാരിക്കണില്ലാന്നോ അതോ തന്നെ വിചാരിച്ച വരാൻ പറ്റില്ല എന്നൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ ഒരു മ്യൂച്വൽ വെഞ്ചറിൽ കൂടെയാണ് നമുക്ക് ഒരു മെജോറിറ്റി ഓഫ് വുമനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് വുമനും മെന്നും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. ഒരു ചോദ്യത്തിന് മാക്സിമം 2 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചോദ്യത്തിന് 2 മിനിറ്റ്സ്, ആൻസറിനും മാക്സിമം 2 മിനിറ്റ്. അഭിപ്രായ പ്രകടനങ്ങൾക്കാണെങ്കിലും 2 മിനിറ്റ്.
ഞാൻ പറയുന്നത് കേൾക്കാല്ലേ? ആ കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആദ്യം തന്നെ ജിജി മാഡത്തിന് ഒരു അഭിനന്ദനം നൽകുകയാണ്. Thank you. കാരണം എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പേര് പറഞ്ഞിട്ട് അഭിപ്രായം പറയും. എൻ്റെ പേര് ബാബു, കണ്ണൂര്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് രണ്ടാം തരം നീതി കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരാണിത് ചെയ്തത്? അപ്പോഴെനിക്കൊരു സംശയമായി. അപ്പൊ നേരത്തെ ഇവർക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും സ്ത്രീ അതുപോലെ ചോദ്യം ചോദിച്ചിരുന്നോ? അപ്പൊ ആ സംശയത്തിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞതൊരു പുതിയ കാര്യമാണ്. അപ്പൊ അവിടെ അവർ നിർത്തി എന്നും പറയുന്നതും ഒരു പുതിയൊരു അറിവാണ്. പക്ഷെ അതില് എനിക്ക് ഇഷ്ടപ്പെട്ടത് രാമായണത്തില് സീത പുറത്തു പോയപ്പോൾ ആണ് സീതയെ സംബന്ധിച്ച് പുരുഷന് സംശയം ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് ഇത്രയും മനോഹരമായൊരു ആശയം ജിജി മേഡം അതിനെ കണ്ടന്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളൊരു വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. കാരണം അതൊരു ചോദ്യമാണ്. സ്ത്രീകൾക്ക് പുറത്തു വന്നാൽ പുരുഷന്മാർക്ക് സംശയം വന്നു, അത് രാമായണത്തിൽ പോലും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിലയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഏതായാലും ഈ രീതിയിൽ ഒന്ന് സംസാരിച്ചു വന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. നമുക്ക് എത്ര വലിയ പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിനകത്തും സ്ത്രീകൾക്ക് ഈ നിലയിലുള്ളൊരു സ്ഥാനം ആണ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. താങ്ക് യു. ജിജി മേഡം കേൾക്കാമോ? കേൾക്കാം. ഞാൻ സിജു ആണ്, കൊമ്പൻ. ഓക്കെ, പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു സയന്റിഫിക് പേപ്പർ അറ്റൻഡ് ചെയ്യുന്നത് പോലെയുള്ള ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ടെക്സ്റ്റ് ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് മാഡം സംസാരിച്ചത്. വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇങ്ങനത്തെ ഫോറങ്ങളിൽ പോലും അത്ര സിസ്റ്റമാറ്റിക് ആവുന്നതും പ്രൊഫഷണൽ ആവുന്നതും അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നെറ്റ് പോയപ്പോഴുണ്ടാവുന്ന നെർവസ്നെസ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായമാണ്, ചോദ്യമല്ല. മാഡം നേരത്തെ പറഞ്ഞ ഈ എല്ലാ മതങ്ങളിലുള്ള ദൈവസങ്കല്പങ്ങൾ പുരുഷ സങ്കല്പങ്ങളായി പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഭാരതത്തിൽ ഉറപ്പായിട്ടും ശക്തയവും ഇതര ദൈവസങ്കല്പങ്ങളുണ്ട്, അമ്മൻ ഒക്കെ തുടങ്ങിയ ദൈവസങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് ഞാനൊരു അബ്രാമിക് റിലീജിയന്റെ കോണ്ടക്സ്റ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ പുരുഷ സങ്കല്പങ്ങളാണ് ദൈവസങ്കല്പങ്ങളായി അവതരിപ്പിക്കപ്പെട്ടത് എന്നത് സ്ത്രീകൾ ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള ഒരു കാരണമായി എന്ന് പറയുന്ന ഒബ്സർവേഷനോട് ഞാൻ 100% ചേരുന്നു. പക്ഷേ എനിക്ക് ഉള്ളൊരു ചിന്ത, നമ്മൾ ഇപ്പൊ ദൈവം തന്നെ ഇപ്പൊ മനുഷ്യനായി അവതരിക്കുന്നു, അല്ലെങ്കിൽ ഏത് രൂപത്തിലായാലും അതിന്റെ വിശ്വാസത്തിന്റെ വിഷയം വിടാം, ദൈവമായിട്ട് അവതരിപ്പിക്കുമ്പോൾ എവിടേക്കെങ്കിലും ഓരോ മനുഷ്യാവതാരം ഓരോ അവതാരവും ഒരുതരം പരിമിതപ്പെടുത്തലാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണത്. കാരണം ഏതെങ്കിലും ഒരു രൂപത്തിലേ ജനിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ആണാവണം, അല്ലെങ്കിൽ പെണ്ണാവണം, അല്ലെങ്കിൽ നപുംസകമാകണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനിക്കാൻ പറ്റുള്ളൂ. ആ സ്ഥലത്ത് ജനിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള, ഇതിപ്പോ ബ്രൗണും ഫെയർനെസ്സും ഡാർക്ക് കോംപ്ലക്ഷനും 3 നിറവും കൂടിയിട്ട് ഒരു മനുഷ്യന് ത്രിവർണ്ണ പതാക പോലെ ജനിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏത് മനുഷ്യാവതാരവും ഒരു തരത്തിൽ ദൈവത്തിന്റെ അസ്തിത്വത്തിനെ പരിമിതപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. മതങ്ങൾക്ക് പറ്റിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ അവതാര രൂപങ്ങളിലേക്ക് മാത്രം ദൈവത്തിനെ ഒതുക്കി എന്നിടത്താണ് മതങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധം. നമുക്കൊരു ബെറ്റർ ഹെർമന്യൂട്ടിക്സ് ആണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അതായത് മതത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, മതത്തിന്റെ ഒരു സ്പെയറിൽ നിന്നുകൊണ്ട് ദൈവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കൊരു ന്യൂ ഹെർമന്യൂട്ടിക്സ് ആണ് വേണ്ടത്. പുതിയൊരു വ്യാഖ്യാന ശാസ്ത്രമാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് ദൈവം അവതരിച്ചു എന്നതിന് ആ രൂപത്തിലേക്ക് ആ കാലഘട്ടത്തിൽ സ്വയം പരിമിതപ്പെടുത്തി എന്നല്ലാതെ എല്ലാ കാലത്തേക്കും അങ്ങനെ പരിമിതപ്പെടുത്തണമെന്ന് ദൈവം പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പൊ ഈശോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈശോ യൂദയ നാട്ടിൽ ഒരു യഹൂദനായി ഒരാണായി ജനിച്ചു.
ആ ആണായി ജനിച്ചു എന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ പെണ്ണായി ജനിക്കണമായിരുന്നു, അല്ലെങ്കിൽ നപുംസകമായി ജനിക്കണമായിരുന്നു. ഈ മൂന്ന് ഫാദർ കൊമ്പന്റെ കണക്ഷൻ വിട്ടുപോയി തോന്നുന്നു. അതെ, തിരിയുകയാണെങ്കിൽ ആ ഒരു ക്രിസ്തുവിനെ പുരുഷനായല്ല ദൈവമായാണ് മനസ്സിലാക്കേണ്ടത്. അതിപ്പോ നബിയെ ആരായാലും, ഞാൻ എൻ്റെ റിലീജിയന്റെ ബേസിൽ എന്നിട്ട് പറയുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം അതിന്റെ അപ്പുറത്തേക്കാണ് മനസ്സിലാക്കേണ്ടത് എന്ന ഒരു വ്യാഖ്യാന രീതിയിലേക്ക് മതങ്ങൾ മാറാൻ തയ്യാറാവുകയാണെങ്കിൽ തന്നെ ഈ ഒരു അടിമത്തത്തിനെ നമുക്ക് ഒരു പരിധിയെങ്കിലും, പരിധിയല്ല പൂർണ്ണമായിട്ട് അതിജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോഴും ക്ലിക്ഡായി കിടക്കുന്നത് രാമൻ എന്ന പുരുഷനിലേക്കാണ്, കൃഷ്ണൻ എന്ന പുരുഷനിലേക്കാണ്, ക്രിസ്തു എന്ന പുരുഷനിലേക്കാണ്. അതിന്റെ അപ്പുറത്തേക്ക് അതൊരു താൽക്കാലികമായ ഒരു എക്സിസ്റ്റൻസ് ആണ്. എങ്ങനെയെങ്കിലും ഒരു എക്സിസ്റ്റൻസ് എടുത്തല്ലേ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഹെർമന്യൂട്ടിക്സ്, ഒരു വ്യാഖ്യാനം, മതവ്യാഖ്യാനങ്ങൾ വളരാതെ ഈ ജിജി മാഡം പറഞ്ഞൊരു കാര്യത്തിന്റെ അകത്ത് ഒരു കറക്ഷൻ മതങ്ങളുടെ അകത്ത് സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു ഹെർമന്യൂട്ടിക്സ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് മാത്രമേ എന്തെങ്കിലും മതബന്ധിതമായ പുരുഷ ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു സാധ്യതയുടെ ഏറ്റവും കുറഞ്ഞത് അബ്രാമിക് റിലീജിയന്റെ ഫേസിലെങ്കിലും നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു മാഡം. അടുത്ത ആളാരാണ്? ഇതിന് ഞാനൊരു ചെറിയൊരു തോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മള് മതത്തിന്റെ പുറത്ത് കടന്ന് ദൈവത്തിനെ ആരാധിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് ശരിക്കും ഒരു സോഷ്യൽ സിനാരിയോ, ഇന്നത്തെ സോഷ്യൽ സിനാരിയോ റിലീജിയൻ മാത്രമല്ല, സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയസ് അഫയർ മാത്രമല്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തില് ഒരു സോഷ്യൽ എക്സിസ്റ്റൻസ് പറഞ്ഞ മേജർ ചങ്ക് റിലീജിയസ് ആയിട്ടായിരുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോ കൂടുതൽ നമ്മൾ സോഷ്യൽ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഗോഡിന്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ മെൻ ആൻഡ് വുമൻ പാർട്ടിസിപ്പേഷനും കൂടുതൽ സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇറ്റ്സ് എ റെലവന്റ് ഐഡിയ. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? എൻ്റെ പേര് നജീബ്. ഞാൻ അടുത്തതായിട്ട് ചോദ്യമോ കുറച്ച് അഭിപ്രായമോ പറയാം. ഒന്നാമത്തെ കാര്യം, തീർച്ചയായിട്ടും ജിജിയെ അഭിനന്ദിക്കുന്നു. പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. കൊട്ടേഷനോടുകൂടിയും റെഫറൻസോടുകൂടിയും നന്നായി ചെയ്തു. തീർച്ചയായിട്ടും നന്നായിരുന്നു. ഇത്തരത്തിലുള്ള ഇതാണ് കൂടുതൽ വേണ്ടത് നമ്മുടെ ഈ കൂട്ടായ്മ. ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, തീർച്ചയായിട്ടും ഉപനിഷത്തില് ഇത്തരം ഒരു സംവാദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ പണ്ഡിതയായ ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവരുടെ ചരിത്ര പശ്ചാത്തലവും മറ്റും ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിവരിക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ആ സമയത്ത് സ്ത്രീകൾക്ക് പൊതുവായി കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്തുള്ള ബാക്കിയുള്ള സാമൂഹ്യ മേഖലകളിലും അറിയപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒന്നും കാണുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത് ഏകദേശം തീർച്ചയായിട്ടും ആ വ്യക്തിത്വത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ പൊതുവെ പറഞ്ഞാല് ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈം മുതൽ തന്നെ ഈ ഒരു പ്രവണതയുണ്ട്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ പുരുഷനോളമോ അതിന്റെ പകുതി പോലുമോ പ്രസക്തി കിട്ടാത്ത ഒരവസ്ഥ അന്നു മുതലേ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം എനിക്കതിൽ വ്യക്തത ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഒരു മാർക്സിസ്റ്റ് വീക്ഷണത്തില് സ്വകാര്യ സ്വത്തിന്റെ ആവിർഭാവമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നതിൽ കുറെയൊക്കെ സത്യമുണ്ടെങ്കിലും അത് മാത്രമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇപ്പോ നമ്മളെ ഫാദർ സിജു പറഞ്ഞതുപോലെ മതത്തിൽ ഇപ്പൊ ജീസസ് ക്രൈസ്റ്റിനെയോ മുഹമ്മദ് നബിയോ എടുത്തിട്ട് അവര് പുരുഷനായതുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീരാമനെയോ എടുത്തുകൊണ്ട് പുരുഷനായതുകൊണ്ട് ദൈവം തന്നെയും ആ ഒരു വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ ആണത്വത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണോ
അതോ സമൂഹത്തിൽ ആൾറെഡി നിലനിന്ന ഈ ആണധികാരം ഇതിലേക്കൂടെ വ്യാപിപ്പിക്കുകയായിരുന്നോ എന്നും തിരക്കേണ്ടതുണ്ട്. കാര്യം ജിജി അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴ് എന്തായാലും ഒരു 500 വർഷം മുമ്പ് മതത്തിനുണ്ടായിരുന്ന പ്രാമുഖ്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴില്ല. എന്നിട്ടും ഈ ആണധികാരം നിലനിൽക്കുന്നുണ്ട്. ഇതൊരു അടിസ്ഥാന പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ മതത്തിന്റെ വീക്ഷണം നമ്മൾ മാറ്റിയെന്ന് വെച്ചുകൊണ്ട് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് വേറൊരു വിഷയം. മാറ്റിയ തന്നെയും ഇത് മാറണമെന്നില്ല. ഇപ്പൊ ജിജി ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ത്രീയും പുരുഷനും ഒരേ സമയം ഒരേ അധ്വാനം ചെയ്യുന്നു എങ്കിലും വേതനം അവർക്ക് രണ്ടാണ്. അപ്പൊ ഇത് അടിസ്ഥാനപരമായിട്ട് പുരുഷന്റെ വീക്ഷണത്തിലുള്ള മാറ്റമാണ് അവിടെ ഉണ്ടാകേണ്ടത്. അപ്പൊ ആ മാറ്റത്തിന് കാരണമായി എന്താ സമയം 2 മിനിറ്റാണ് ആയി, 2:30 കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഈ അടിസ്ഥാന കാരണം എന്താണെന്നും ആ കാരണത്തെ എങ്ങനെ മാറ്റണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല. ഓക്കെ, ഞാൻ നിർത്തും. താങ്ക് യു. എല്ലാവരും ആവുന്നത് ഒരു 2-2.5 മിനിറ്റ് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണമായി പോകും. അതുകൊണ്ട് ഇതില് ഞാനൊരു തോട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ സ്വാമിയായിട്ട് സംസാരിച്ചപ്പോ ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നു, അടിസ്ഥാനമായ ഒരു കാരണം ഇതിലെന്തായിരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചോദിച്ചു, ഭൂരിപക്ഷ സ്ത്രീകൾക്കും ഒരു സെൽഫ് റെസ്പെക്ട് പറഞ്ഞ കാര്യം കുറവാണെന്ന്. അപ്പോ സ്വാമി എടുത്തോടനെ പറഞ്ഞത്, സെൽഫ് റെസ്പെക്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അത് തന്നെ തോന്നേണ്ട ഒരു കാര്യമല്ലേ. അത് സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത്? അപ്പോ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് നമുക്ക് സ്വയം തോന്നിയില്ലെങ്കിൽ ബാക്കി നമ്മുടെ വേൾഡിൽ ആരും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ എന്ത് ചെയ്യാനോ ശ്രമിച്ചാലും അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോ ഇപ്പൊ കൂടുതലും സ്ത്രീകള് എന്താ പറയാ, ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ള സ്ത്രീകൾ ഒരിക്കലും ഒരു സ്ലേവറി അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് പോവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സെൽഫ് റെസ്പെക്ട് ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ടത് ഒരു അത്യാവശ്യമാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടംപററി വേൾഡില്. പലപ്പോഴും നമുക്ക് ഇല്ലാത്ത കാരണോ അല്ലെങ്കിൽ സോഷ്യലി നമ്മള് മിങ്കിൾ ചെയ്യാത്ത കാരണമൊക്കെ അതായിരിക്കും ഒരു പക്ഷെ. സമയം സമയമുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഞാൻ പറയാം. ഒരു വ്യക്തിയുടെ ആത്മാഭിമാനം മാത്രമല്ല, അവന്റെ മൊത്തം കോൺഫിഡൻസ് തന്നെ അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയല്ല. അവൻ അവൻ പ്രവർത്തിക്കുന്ന, വ്യവഹാരം നടക്കുന്ന സമൂഹം അവനോടുള്ള സമീപനം അല്ലെങ്കിൽ അവളോടുള്ള സമീപനം തീർച്ചയായിട്ടും ബാധിക്കും. അപ്പം സമൂഹം ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആൾക്കാർ ആ വ്യക്തിക്ക് ഒരു സ്ഥാനവും അഭിമാനവും കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എപ്പോഴും അത് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. തീർച്ചയായിട്ടും നമുക്ക് KR നാരായണനുണ്ട്, പക്ഷെ അത്രയും ശക്തമായ ഒരു അഭിവാജ്ഞയും ആത്മാഭിമാനവും ഇല്ലാത്ത മനുഷ്യർക്കും ഇതോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. അടുത്താണ്ട് പറയും. സ്വാമിജി വേറെ ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഒരു അവസരം എടുത്തോട്ടെ? ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പൊ നജീബ് സാർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരാൾ സ്വയം ഡെവലപ്പ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞാൽ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി, സാമൂഹിക മൂലധനം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ നജീബ് സാറിന് അഗ്രി ചെയ്യാണ്.
കാരണം ഒരാൾ എന്തുമാത്രം സെൽഫ് എസ്റ്റീം മേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്വാമി പറഞ്ഞ കറക്റ്റ് ആണ്. എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു ബോധം ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ സൊസൈറ്റി എനിക്ക് അതിനുള്ള സപ്പോർട്ട് എങ്ങനെ തരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സോഷ്യൽ ക്യാപിറ്റൽ അവിടെയാണ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ പ്രബുദ്ധ മുന്നണിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റലിന്റെ നിർമ്മാണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരു ക്രിസ്തു എന്ന ആണിനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പരിമിതികളാണ്. ഇപ്പൊ യേശു എന്ന് പറഞ്ഞിട്ടൊരു ഈശോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നപ്പോഴേക്കും കുറെ ക്രിസ്ത്യാനികൾ ഒരുപാട് കലപിലകൾ ഉണ്ടാക്കി. യേശു എന്നതൊരു പേറ്റന്റ് എടുത്ത നെയിമായിട്ടാണ് നമ്മൾ പറയണത്. ഇതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ TJ ജെയിംസ് സാറിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ്, സാറിന്റെ കുറിപ്പ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് എന്ന നാമത്തിന് പേറ്റന്റ് എടുത്തിരിക്കുന്നത് പോലെയായി പോവുകയാണ്. ആ വാക്ക്, ആ നാമം വേറെ ആരും ഉപയോഗിച്ചാലും ഉടനെ ഒരു വ്യക്തിയിലേക്ക്, ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയിലേക്ക് ആരോപിതമാകുമ്പോഴാണ് ഈ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ഈശോ എന്ന് പറഞ്ഞ സിനിമയിൽ. യേശു എന്നൊരു പേരിട്ടത് കൊണ്ട് തീർന്നു പോകുന്നതല്ലല്ലോ യേശു. മുഹമ്മദ് എന്നൊരു പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് തീർന്നു പോകുന്നതാണോ നബി തിരുമേനി? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു വി നീഡ് എ ബെറ്റർ ഹെർമന്യൂട്ടിക്സ്. അങ്ങനെയാണ്, അല്ലാതെ മതത്തിനെ മാത്രമായിട്ട് ഞാൻ സെന്ററിൽ പ്ലേസ് ചെയ്തതല്ല. വി നീഡ് എ ബെറ്റർ ഹെർമന്യൂട്ടിക്സ്. ഈ ഇതുപോലുള്ള നാമങ്ങളിലേക്ക് എല്ലാം ഒതുങ്ങി പോകുന്ന അത് വലിയൊരു പ്രോബ്ലമാണ്. താങ്ക് യു. അടുത്തത് നമസ്കാരം, ഷുക്കൂറാണ്. സംസാരിക്കാമോ? ജിജി ഞാൻ ഷുക്കൂറാണ്. കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ഓഡിബിളാണോ? കേൾക്കുന്നുണ്ട്. ഷുക്കൂറെ, പറഞ്ഞോളൂ. ഓക്കെ ജിജി, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, ഗംഭീരമായിരുന്നു. പിന്നെ കൺഗ്രാറ്റ്സ്. എനിക്ക് ഇന്റലക്ച്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് ഒരു നമ്മുടെ വീട്ടിലുള്ള സാധനം ജസ്റ്റ് ആഡ് ചെയ്യാണ്. വീട്ടിൽ തന്നെ എന്റെ ഭാര്യനെ പറ്റി പറയുന്ന, ഭാര്യ തന്നെയാണ് ഇങ്ങനെ ഈ കുട്ടികളെ, പിന്നെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരിവുകൾ വീടുകൾ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം, ഇപ്പൊ മകള് അവളിപ്പോ PG ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ. അപ്പൊ അവർക്ക് പിന്നെ ഹയർ സ്റ്റഡീസിന് UK പോകാനുള്ള ഒരു ചാൻസ് വന്നപ്പോ ഭാര്യ കൂട്ടി പോകണ്ടെന്ന്. അത് നീ പെൺകുട്ടിയാണ്, കല്യാണം 24 വയസ്സ് അവർക്ക് കല്യാണം. അപ്പൊ മകന് അതേപോലെ വേറൊരു ചാൻസ്, അവനിപ്പോ ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. അവന് ഹയർ സ്റ്റഡീസിന് കാനഡ പോകാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഇന്റലക്ച്വൽ ആയിട്ട് ഒന്നല്ല പറയുന്നത്, സിംപിളി എന്റെ വീട്ടിൽ നടന്നൊരു കാര്യം പറയാം. വീട്ടുകാർക്ക് തന്നെയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ എന്നാണ് പിന്നെ ഇതേപോലുള്ള ഡിസ്ക്രിമിനേഷൻ. എന്റെ ചെറിയ മോള് ഇത് കേട്ടിട്ടല്ലേ വളർന്നത്. അവൾക്ക് 10 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവള് വിചാരിക്കുന്നതാണ് പിന്നെ ഇക്കാക്കിനെ പറഞ്ഞേക്കും, ഇത്താക്കിനെ പറഞ്ഞേക്കുന്നില്ല. അപ്പൊ ഞാൻ എന്തോ ഒരു ഇതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് ഇതേപോലെ, നീ വേറെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടിയാണ്, കുക്കിംഗ് നന്നായി പഠിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ ചെറുപ്പത്തിലെ കുട്ടികൾ കേട്ട് വളർന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മാറാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, താങ്ക് യു. കറക്റ്റ് ആണ് പറഞ്ഞത്. അടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ജിജിയുടെ ഫ്രണ്ട് ഫാത്തിമ ഒന്നും പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും പറയാൻ പറ്റും ജിജി എന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ആക്സസ് ഇല്ല നേരിട്ട്. Fatima? Yeah, Gigi. Yeah, can you tell a few words about the presentation? Yeah, I'm actually not so well, so that's why I didn't speak much. Thank you, Gigi. Whatever I could understand, it was very good, and you did a lot of research, it showed. So thank you for sharing that. I think it's a very unending topic, no matter how much we talk about it. From my experience, I feel like patriarchy succeeds not because of the strength of strength of men against women, but men turning women against women. And that is the success of it. Because in my day-to-day life, and so far, I'm not so experienced, but how many ever years I have lived, I always felt like men succeed over women because they gain the trust of women first, and then they set up women against women.
So it's a very difficult battle when it's between women. So whether it's household battles between mother-in-law, daughter-in-law, mothers, daughters, sisters, the success comes from there. You know, setting up the whole battleground where women fight with each other. I think if we as women support each other, and that is one of the reasons I'm here today. I knew that this is going to be majorly in Malayalam, but I know Gigi since I think 1991 or 92, and we have pretty much grown up together. And I'm here just to support her. And it doesn't matter to me what language she speaks in or what her beliefs are, even if they are different from me. But I do support her, and I would. That is my dream, where women stand up for women, and I think that would be a success for us. Yeah, that's all I'd like to say. My daughter is crying, Gigi, so I'll have to get back to her. Okay, thank you so much. Thank you, Thank Fatima. you. Thank you. Very good opinion and comment. Thank you. ഹലോ. ഞാൻ ചെറിയൊരു അഭിപ്രായം പറയുന്നത്, ജിജി ശങ്കറിന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നന്നായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടതാണ്. പിന്നെ ബദ്രി നാരായണൻ, ബദ്രി നാരായണൻ കേൾക്കുന്നില്ലേ? ഹലോ. ജിജി ശങ്കറിന്റെ പ്രസന്റേഷൻ നന്നായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് പറയേണ്ട ഒരു അഭിപ്രായം, ഇപ്പൊ ഇതിൽ ഉയർന്നു കേട്ട അഭിപ്രായം ആയതുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ കൃഷ്ണദാസ് ജി, പിന്നെ ഷുക്കൂർ സാർ, ഇവരൊക്കെ പറഞ്ഞതിലുള്ളത് ഈ സ്ത്രീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഈ ഒരു സൊസൈറ്റിയിൽ എന്ന് ചോദിക്കുമ്പോൾ, അതിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ ആ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. കാരണം അവിടെ ഈ സാമൂഹ്യ അവബോധം എന്ന് പറയുന്നത് പുരുഷന്റെ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ സ്ത്രീക്ക് മാത്രം ആയിട്ട് മറ്റു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഈ പാട്രിയാർക്കിക്ക് തന്നെയാണ് ഉള്ളത്. സ്ത്രീ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, പാട്രിയാർക്കിയുള്ള സ്ത്രീ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതിൽ നിന്നാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അപ്പൊ അതൊരു സ്വാഭാവികതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാട്രിയാർക്കിയിൽ അത് സ്വാഭാവികതയാണ്, പക്ഷെ പുതിയ ചിന്തകൾ അനുസരിച്ച് അത് സ്വാഭാവികത അല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെതിരായിട്ട് പറയേണ്ടി വരുന്നത്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പുരുഷാധിപത്യ സമൂഹത്തിന് തന്നെയാണുള്ളത്. സ്ത്രീ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനും കൂടെ ഉത്തരവാദിത്വം പുരുഷാധിപത്യ സമൂഹത്തിന് തന്നെയാണ്. ഓക്കെ. അപ്പോ ഇനി ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റ് കൂടിയാണുള്ളത്. കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ കത്തി കേൾക്കേണ്ടി വരും. ഞാൻ ആദ്യം കുറെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സോറി, ഞാനൊരു വല്ലാത്ത എമർജൻസിയിൽ പെട്ടുപോയി കേട്ടാ. അതുകൊണ്ട് ഞാൻ ഓടി എത്തിയപ്പോഴത്തേന് ഇത്ര ആയിപ്പോയി. ഓക്കെ. അപ്പോ നമുക്ക് നിങ്ങളൊന്നും കേൾക്കാത്ത നിലയ്ക്ക് ആകാശത്തുനിന്ന് ഒരു അഭിപ്രായം പറയണ്ട. തൽക്കാലം നിങ്ങളെ പ്രവാചകനോ ദൈവമൊന്നും ആക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അവിടെ ഇരിക്കുക. സന്തോഷം വന്നത്. അപ്പൊ അടുത്ത ആൾ അഭിപ്രായം പറയാം. സ്വാമിജി നമസ്കാരം. ഷുക്കൂർ എന്നാണ്. സ്വാമിജി ഒരു 10 മിനിറ്റ് സ്വാമിജിക്ക് ഇതിനെ പറ്റി ഒരു ഇത് തന്നൂടെ നമുക്ക്? സ്വാമിജിന്റേതായ ഒരു നിലപാടും കാര്യങ്ങളും. എന്നെ പറ്റിയിട്ടുള്ള ആളുകളുടെ പ്രശ്നം തന്നെ പൊതു അഭിപ്രായം ഞാൻ മറ്റാരെയും പറയാൻ അനുവദിക്കാത്ത ആളാണെന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളാണ് പറയുന്നത്, ഞാനൊന്നും പറയുന്നില്ല. കുറെ കാലം കഴിഞ്ഞാൽ മൗനത്തിലേക്കൊക്കെ പോകേണ്ട സ്വാമിമാരാവുന്നത് തന്നെ മൗനത്തിലേക്ക് പോകാനാണ്. ജ്ഞാനിയുടെ ലക്ഷണം മൗനം എന്നാണ് പറയുന്നത്. ഇനി കുറേശ്ശെ മൗനം ശീലിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ജ്ഞാനം കിട്ടിയില്ലെങ്കിലും മൗനം കൊണ്ടെങ്കിലും ആളുകൾ ജ്ഞാനിയാണെന്ന് തെറ്റിദ്ധരിക്കട്ടെ എന്ന്. ഭാവിയിൽ കുറച്ചാളുകൾ ഫോട്ടോ ഒക്കെ വെക്കട്ടെ പൂജാമുറിയിൽ.
സ്വാമിയുടെ കൂടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രസന്റേഷൻ എനിക്ക് ഈ ഒരു ഇത്രയും അങ്ങനെ അതൊന്നും പറയണ്ട, അതല്ല അതൊന്നും പറയണ്ട. അല്ല, ഇത് സത്യാണ്. ബിക്കോസ് ഈ ഒരു ടോപ്പിക്കിനെ എങ്ങനെ ഒരു ചെറിയ സമയത്തും കൊണ്ട് പ്രസന്റ് ചെയ്യണം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓ, സ്വാമി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്. അല്ല, ഇനി ആർക്കും അഭിപ്രായം പറയാനില്ലെങ്കിൽ അധ്യക്ഷൻ എന്ന നിലയിലൊന്നുമല്ല, ജസ്റ്റ് ഒരു ശ്രോതാവ് അല്ലെങ്കിൽ ഒരു സമൂഹ ജീവി എന്നൊക്കെ നിലയിൽ എനിക്ക് ചില അഭിപ്രായങ്ങൾ പറയാം. ഒന്ന്, ഇവിടെ ഈ ഗൂഗിൾ മീറ്റിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെ ഒന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട്. അതില് ഒന്നാമത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രദീപ് ഉന്നയിച്ചതാണ്. സ്ത്രീകൾ അടിമത്വം ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ ഒരു ഹാബിറ്റ് ആണോ, അല്ലെങ്കിൽ അവരുടെ ഒരു അഫെക്ഷൻ ആണോ ഒരു സ്ലേവറി എന്നുള്ളത് ഒരു ചോദ്യമായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ അത് സ്ത്രീകളുടെ അടിമത്വം, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അടിമത്വ ശീലം ഉണ്ടെന്ന് നമ്മൾ വെറുതെ കൊമ്പമീശ പിരിച്ച് തെറ്റിദ്ധരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ പുരുഷനുള്ളത്ര അടിമത്വ ശീലം സ്ത്രീകൾക്ക് ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പുരുഷൻ എന്തിനൊക്കെയാണ് അടിമ? അയാൾ മദ്യത്തിന് അടിമയാണ്, മയക്ക് മരുന്നുകൾക്ക് അടിമയാണ്, സിഗരറ്റിന് അടിമയാണ്, അതുപോലെ തന്നെ പണത്തിനടിമയാണ്, പാർട്ടി നേതാക്കൾക്ക് അടിമയാണ്. അതുപോലെ പല പല കാര്യങ്ങൾക്കും പുരുഷൻ അടിമയാണ്. പുരുഷൻ രണ്ടേ ആവുന്നുള്ളൂ. അതാണ് ഈ നമ്മുടെ പിതൃദായ ക്രമത്തിന്റെ ഒരു ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ കാണുന്നത്. പിതൃദായ ക്രമത്തില്, പാട്രിയാർക്കിയൽ സിസ്റ്റത്തില്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് ഒരു യജമാനൻ ഉണ്ടാവും. ആ യജമാനന് സ്തോത്രം ചൊല്ലുന്ന, സിന്ദാബാദ് വിളിക്കുന്ന അടിമകൾ ഉണ്ടാവും. പുരുഷന്മാർ അടിമകളാവുകയാണ്. എല്ലാ പുരുഷന്മാരും ശൂദ്രന്മാരാണ്. ആ അർത്ഥത്തിൽ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്, പിതൃദായക ക്രമം അല്ലെങ്കിൽ സമൂഹ വ്യവസ്ഥ എന്ന് പറയുന്നത് ശൂദ്രന്മാരുടെ രാജ്യമാണ് അല്ലെങ്കിൽ വ്യവസ്ഥയാണ്. അല്ല, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ദാസൻ എന്നാണ് അർത്ഥം, അടിമ എന്നാണ് അർത്ഥം. അപ്പൊ പുരുഷന് വലിയ അടിമത്തമുണ്ട്. പക്ഷെ ഈ പുരുഷന്റെ ഈ അടിമത്തത്തെ കുറിച്ച് പുരുഷൻ ഒരിക്കലും സ്വയം തിരിഞ്ഞ് ചിന്തിക്കുന്നില്ല. സ്വന്തം അടിമത്തത്തെ കുറിച്ച് തിരിഞ്ഞ് ചിന്തിക്കാത്ത പുരുഷൻ മറ്റുള്ളവരുടെ അടിമത്വ ശീലത്തെ കുറിച്ച് വാചാലനാവുന്നു. എങ്ങനെ? സ്വന്തം ചങ്ങല അറിയാതെ മറ്റുള്ളവരുടെ ചങ്ങലയെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ. യഥാർത്ഥത്തിൽ പുരുഷൻ സ്വന്തം അടിമത്വത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് സ്ത്രീ വിമോചിതയാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് അതിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. വലിയൊരു വിഷയമാണത്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. അതെന്തായാലും ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് അടിമത്വം എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യന് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഭാവമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
സോഷ്യലി അങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ പാവ്ലോവിയൻ തിയറി ഒക്കെ പോലെ ഒരു പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ മണിയടിക്കുക, അങ്ങനെ 10 ദിവസം മണിയടിച്ച് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് കൊടുക്കുന്ന സമയത്ത് മണിയടിക്കുക. 11ാമത്തെ ദിവസം നിങ്ങൾ ചോറ് കൊടുക്കാതെ മണിയടിച്ചാലും പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരും. ഇതാണ് പാവ്ലോവിയൻ തിയറി എന്ന് പറയുന്നത്. ഇതാണ് ഈ സോഷ്യൽ കൺസ്ട്രക്ഷനിൽ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ആ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷന്റെ ഭാഗം തന്നെയാണ് പുരുഷന്റെ അടിമത്വം, സ്ത്രീയുടെയും അടിമത്വം. അല്ലാണ്ട് സ്ത്രീകൾ മാത്രം അടിമത്തശീലമുള്ളവരാണ് എന്നുള്ള വ്യാഖ്യാനവും ആഖ്യാനവും അത്രയ്ക്ക് പന്തിയുള്ള ഒന്നല്ല. ചങ്ങമ്പുഴ ഒരു കവിത എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വാഴപ്പുഴ. ചങ്ങമ്പുഴ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിലൊരു മാടപ്പുഴയെ കൊണ്ട് ചങ്ങമ്പുഴ ഈ പുരുഷന്റെ മനസ്സ് പറയിപ്പിക്കുന്നുണ്ട്. ചങ്ങമ്പുഴ പറയിപ്പിക്കുന്ന ആ പുരുഷന്റെ മനസ്സാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ് പുരുഷന്റെ മനസ്സ് എന്നറിയോ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നാണ്. എനിക്ക് പ്രതികാരം ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ പ്രതികരിക്കില്ല. എന്റെ പിന്നാലെ വരുന്ന എന്റെ പിന്മുറക്കാരെങ്കിലും പ്രതികരിക്കണമെങ്കിൽ പ്രതികരിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രശ്നം പുരുഷന്റെ ഉള്ളിലും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അടിമത്തശീലത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ഈ ഗാർഗിയെ കുറിച്ചിട്ട് നജീബും ഇവിടെ പറഞ്ഞു. ഈ ഗാർഗി ചോദ്യം ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട സ്ത്രീ ആയിരുന്നില്ല. നമ്മൾ പറയുമ്പോഴൊക്കെ പറയും ഗാർഗിയുടെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഗാർഗിയുടെ ഒപ്പം തന്നെ കാത്യായനി, മൈത്രേയി, ലോപാമുദ്ര, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ലീലാവതി, ലോകത്തെ ഏറ്റവും വലിയ എന്താ പറയാ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, ഏറ്റവും പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ലീലാവതി എന്ന് പറയുന്നത്. അത് എഴുതിയത് ഒരു സ്ത്രീയാണ്. അവരുടെ പേര് തന്നെയാണ് അവർ ആ പുസ്തകത്തിനും എഴുതിയിട്ടുള്ളത്. ലീലാവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക, കണക്കുകൊണ്ട് കളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അങ്ങനെ ഒരു പുസ്തകം എല്ലാ മേഖലയിലും അക്കാലത്ത് ഇത്തരം സ്ത്രീത്വ പ്രാതിനിധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ഇന്ത്യയിലെ സ്ക്രിപ്റ്റസ് ഒരുപാട് തെളിവുകൾ നൽകുന്നുണ്ട്. പിന്നീടാണ് അത് പോയത്. അതിന്റെ ഒന്നാം കാരണക്കാരൻ മനുവാണ്. ഒരു വ്യക്തി വിചാരിച്ചാൽ ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? അത് വ്യക്തിയുടെ കഴിവല്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. സാമൂഹികമായ കാരണങ്ങളും അതിന്റെ വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗാർഗിക്കൊപ്പം ഒരുപാട് സ്ത്രീകൾ ഉപനിഷത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയും ഗാർഗി, എന്റെ അഭിപ്രായത്തിൽ, എന്റെ അറിവിൽ എന്നൊക്കെ പറയും. എന്റെ അറിവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊന്നും വായിച്ചിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് എന്റെ അറിവിൽ എന്നൊക്കെ പറയും. കേൾക്കുമ്പോൾ തോന്നും ഓ ഇത് ഭയങ്കര ആധികാരികമായിട്ട്. അങ്ങനെയല്ല അത്. ഇപ്പൊ ഗാർഗി മാത്രമാണ് ആ ഒരു. പക്ഷെ ഇവിടെ ജിജി ഉന്നയിച്ചൊരു പ്രധാന പ്രശ്നം മറ്റൊന്നാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ മോളെ നീ ഒരു ഗാർഗി ആവണം കേട്ടോ എന്ന് ഒരു മുത്തശ്ശിയും ഉപദേശം കൊടുക്കാറില്ല, ഒരു മുത്തച്ഛനും ഉപദേശം കൊടുക്കാറില്ല, ഒരു അമ്മാവനും ഒരു അധ്യാപകനും ഒരു ഗുരുനാഥനും ഉപദേശം കൊടുക്കാറില്ല. ഗാർഗിയെ പേടിയാണ് എല്ലാവർക്കും. പെണ്ണ് ഗാർഗിയാവുന്നത് ഭയമാണ് പുരുഷൻ. അപ്പോ മറിച്ച് എന്ത് ഉപദേശം കൊടുക്കുന്നത്? നീ സീതയാവോ കേട്ടോ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ സീത സംശയിക്കപ്പെട്ടു. അതിനെപ്പറ്റിയൊക്കെ ജിജി പറയുന്നുണ്ട്. അതിലേക്കൊക്കെ രണ്ടാളും ശ്രദ്ധ പതിപ്പിച്ചതില്, കണ്ടപ്പം ബാബുവും നജീബും ഒക്കെ ശ്രദ്ധ പതിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ സിജു കൊമ്പം പറഞ്ഞ ഒരു അവതാരം ദൈവത്തിന്റെ അസ്തിത്വത്തെ പരിമിതപ്പെടുത്തുന്നു. പുതിയൊരു വ്യാഖ്യാന ശാസ്ത്രം ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഞാനൊക്കെ അതിന്റെ പരിശ്രമത്തിലാണ്. എല്ലാത്തിനെയും മാറ്റിമറിക്കുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവമാണ് സ്വർഗത്തിന്റെ ഉടമസ്ഥനെങ്കിൽ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്, പുതിയൊരു വ്യാഖ്യാന ശാസ്ത്രം ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ നമ്മളെ ദൈവം പിടിച്ച് നരകത്തിലിടാൻ പോകുന്നില്ല. മിക്കവാറും വ്യാഖ്യാന ശാസ്ത്രം ഉണ്ടാക്കാൻ ശ്രമിക്കാത്തവരെ ആയിരിക്കും ദൈവം നരകത്തിലിടുക എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. പിന്നെ ഈ
ഇവിടെ എന്താണ് സെൽഫ് റെസ്പെക്റ്റിനെ പറ്റി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ എനിക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പ്രശ്നം എനിക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് വരുന്നിടത്താണ്. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടാവുന്നത് ഒരു തെറ്റല്ല, പക്ഷെ എനിക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ളിടത്താണ് പ്രശ്നം. ഈ എൻ്റെ എന്നുള്ളത് കുറച്ച് വികസിക്കും. എവിടേക്ക് വികസിക്കും? എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. സ്വാമി രംഗനാഥാനന്ദജി എന്ന് പറഞ്ഞ ഒരു വലിയ ചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ അന്തർദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്താണ് ഇപ്പൊ നമ്മുടെ മനോഭാവം? ഞാനും എൻ്റെ ഭാര്യയും ഭാര്യയുടെ പട്ടിയും പിന്നെ ഒരു തട്ടാനും. ഇങ്ങനെ എൻ്റേത് വികസിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. ഏറിയാൽ അത് എൻ്റെ മതം വരെ വികസിക്കും. അതിനപ്പുറത്തേക്ക് അത് ഒരിക്കലും വികസിക്കില്ല എന്നുള്ളതാണ് എൻ്റെയുടെ പ്രശ്നം. നമ്മൾ എന്നെ സ്നേഹിക്കുന്നത് തെറ്റല്ല. അവനവനെ മനുഷ്യൻ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവനവനെ മാത്രം സ്നേഹിക്കരുത്, എല്ലാവരെയും സ്നേഹിക്കണം. ആ സ്നേഹത്തിന് വികാസം സംഭവിക്കണം. ഇവിടെ സ്നേഹത്തിന് മുരടിപ്പാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് തെറ്റായ അർത്ഥത്തിൽ എടുക്കപ്പെടില്ല എന്ന വിശ്വാസത്തോടു കൂടി പറയുന്നു. നമ്മുടെ സ്നേഹം, നമ്മുടെ ദയ, നമ്മുടെ കാരുണ്യം, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ അന്വേഷണ ശക്തി ഒക്കെ ഗിന്നസ് പക്രുവാണ്. അത് ഒരിക്കലും വളരുന്നില്ല. ഞാൻ ഗിന്നസ് പക്രു തീരെ ചെറിയ മനുഷ്യനാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അത് ഗിന്നസ് പക്രുവാണ്. അതിന് വളർച്ച സംഭവിക്കുന്നില്ല. എന്നോളമേ അത് വളരുന്നുള്ളൂ. എന്നിൽ മാത്രമേ അത് വളരുന്നുള്ളൂ. എന്നിലേക്ക് ചുരുങ്ങുകയാണ് അത് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് സെൽഫ് റെസ്പെക്ട് വളരെ അത്യാവശ്യമാണ്. ഞാനാണെന്നുള്ളൊരു ബോധമില്ലാത്തൊരു സ്ത്രീക്ക് നിങ്ങൾ എന്തൊക്കെ പരിസ്ഥിതി ഉണ്ടാക്കി കൊടുത്താലും ശരി, ആ സ്ത്രീ ഒരിക്കലും മറ്റൊരു രീതിയിൽ ചിന്തിക്കില്ല. ഒരു സ്ത്രീ ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സെൽഫ് റെസ്പെക്ട് ആണ്. അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് ഈ പെണ്ണിന് എന്ത് ഭംഗിയുള്ളത്? കറുത്ത പെണ്ണ്, അല്ലെങ്കിൽ വെളുത്ത പെണ്ണ്, മെലിഞ്ഞ പെണ്ണ്, അല്ലെങ്കിൽ തടിച്ച പെണ്ണ്, മുടിയുള്ള പെണ്ണ്, മുടി ഇല്ലാത്ത പെണ്ണ്, മുടി ചുരുണ്ട പെണ്ണ്, മുടി നീണ്ട പെണ്ണ്. ഇതെന്തത്? ഞാൻ പറയുന്നത് ലോകദൃഷ്ടിയിൽ ഏറ്റവും വിരൂപ എന്ന് പറയുന്ന പെണ്ണിന് പോലും അവളായിട്ട് അഭിമാനിക്കാൻ പ്രകൃതി അല്ലെങ്കിൽ പരമേശ്വരി ദൈവം ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത് അവളുടെ കൈവിരൽ അടയാളവും കണ്ണുമാണ്, കൃഷ്ണമണിയുമാണ്. അതുപോലെ കൃഷ്ണമണിയുള്ള ഒരാൾ മുമ്പ് ജനിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ കൈവിരൽ അടയാളമുള്ള ആള് മുമ്പ് ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ഏത് പെണ്ണിനും ചോദിച്ചുകൂടെ, എടോ എന്റെ കൈവിരൽ അടയാളം പോലെ ഒരു അടയാളം തനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൂടെ? ശരിയാണ്, നിന്റെ അത്ര വെളുപ്പ് എനിക്കില്ല, നിന്റെ അത്ര കൺമിഴിവ് എനിക്കില്ല, നിന്റെ പോലെ വില്ലുപോലെ വളഞ്ഞ പുരുകപ്പൊടികൾ എനിക്കില്ല, വെണ്ണ തോൽക്കും മുടൽ എനിക്കില്ല. പക്ഷേ നിനക്കില്ലാത്തൊന്ന് എനിക്കുണ്ട്, എന്റെ കൈവിരലടയാളം, എന്റെ കൃഷ്ണമണി എന്ന് ഏത് പെണ്ണിനും പറഞ്ഞുകൂടെ? ഇത് അവൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ജിജിയെ കുറിച്ച് പറഞ്ഞത്, ജിജിക്ക് ഒരു കഴിവില്ല എന്ന് ജിജി വെറുതെ തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ ജിജിയോട് സംസാരിച്ചിട്ടുള്ളതാണ്. ജിജിക്ക് ഒരു കഴിവില്ല എന്ന് ജിജി വെറുതെ ധരിക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ആകെ വിഷാന്നയായിട്ടിരുന്നു കരഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല കുട്ടി. കുട്ടിയുടെ കൈവിരലടയാളം പറയാൻ ലോകത്ത് ആർക്കുമില്ല. നിന്നെ ബഹുമാനിക്കാൻ പഠിക്കും. ഇത് കഴിഞ്ഞ ബാക്കിയുള്ളതൊക്കെ തന്നെ വരും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാചകം ഞാൻ ഓർത്തു പോവുകയാണ് ഈ സന്ദർഭത്തിൽ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ ഇല്ലയോ, ജീവിക്കാൻ ഈശ്വര വിശ്വാസം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല.
പക്ഷേ ആത്മവിശ്വാസം ഉണ്ടാവണമെന്നും ആത്മവിശ്വാസമില്ലാതെ ആർക്കും ജീവിക്കാനാവില്ലെന്നും ഞാൻ പറയും. അതുകൊണ്ട് ആത്മവിശ്വാസികളാവുക, ആത്മവിശ്വാസമുള്ളവരാവുക എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ്. ഈ അടുത്ത ഇത് ഷുക്കൂർ പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഭാര്യമാരിൽ നിന്നാണ് ആന്റി ഫെമിനിസ്റ്റ് മൂവ്മെന്റ് തുടങ്ങുന്നത്. ഈ പെണ്ണാണ് മോളെ, അതുകൊണ്ട് UK പോകണ്ട. ഈ പെണ്ണാണ് മോളെ, അതുകൊണ്ട് ബാഡ്മിന്റൺ കളിക്കാൻ പോകണ്ട. ഈ പെണ്ണാണ് മോളെ, അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കണ്ട. ഈ പെണ്ണാണ് മോളെ, അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പോകണ്ട. ഈ പെണ്ണാണ് മോളെ, സൈക്കിൾ ചവിട്ടരുത്. പിന്നെന്തിനാണ് പെണ്ണിനെ അടുക്കളയിലേക്ക് വിളിച്ചിട്ട് പറയും, ഞാൻ കറി അരിക്കും, ചമ്മന്തി അരയ്ക്കും, ആ പാത്രം ഒന്ന് കഴുകി വെക്കും. കാരണം അയ്യോ എനിക്കത് പറ്റില്ല, എനിക്കൊരു പുസ്തകം വായിക്കണം എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ ആ പെൺകുട്ടിയോട് പെണ്ണായ അമ്മ പറയും, നീ ഒരു പെണ്ണല്ലേ. എന്താ അത് പെണ്ണിന്റെ തീരെഴുതിയതാണ് ഈ പണിയൊക്കെ. ലോകത്തെ ഇന്ത്യൻ സംസ്കാരത്തിലെ ഏറ്റവും നല്ല പാചകക്കാരൻ പെണ്ണല്ല, ആണാണ്, നളനാണ്. നമ്മളിത് ഭാരതീയ സംസ്കാരത്തിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇത് പറയും, നളപാചകം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് വീട്ടിലൊരു നളനാവാൻ താല്പര്യമില്ല. ഒരു സാമ്പാർ വെക്കാനോ അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാക്കാനോ സ്വാമിയിലെ ഹെജിമണി കൊണ്ടൊന്നും പറയുന്നതല്ല കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാണ്. സ്വാമി ബിരിയാണിയെ കുറിച്ച് ഒരിക്കലും പറയില്ല, അതാണ് സ്വാമിയിലെ സവർണ ഹെജിമണി എന്ന് ഒരാൾ വ്യാഖ്യാനിക്കണ്ട. എനിക്ക് നിങ്ങൾ എന്ത് കഴിച്ചാലും വിരോധമില്ല. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തൊരു ഇതാണെന്ന് ആലോചിച്ചു. ഇങ്ങനെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫാത്തിമ പറഞ്ഞ കാര്യം, അതായത് ജിജിയുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അവർ പറഞ്ഞു വുമൺ അഗെയിൻസ്റ്റ് വുമൺ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് വിമൻ സ്റ്റാൻഡ്സ് ഫോർ വിമൻ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രസക്തമായ കാര്യമാണ്. ആ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ ബ്രിവിറ്റി ഉണ്ട് അവരുടെ തോട്ടിന്, എക്സ്പീരിയൻസിന്റെ ഒരു വൈകാരിക ശക്തി ഉണ്ട് ആ കുട്ടിയുടെ വാക്കുകൾക്ക്. ഫാത്തിമയോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെയുള്ള ബദരി പറഞ്ഞ പിതൃദായക ക്രമത്തിലെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഇതൊക്കെ പിതൃദായക ക്രമത്തിന്റെ മാരീച വേഷങ്ങൾ ആണ്. മാരീചൻ രാക്ഷസനാണ് ശരിക്ക്, പക്ഷെ അത് ചിലപ്പോൾ നല്ല സ്വർണമാനായിട്ട് വേഷം കെട്ടി വരും. അങ്ങനെയാണ് നമുക്ക് ചാരിത്രവതിയായ സീത ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമുക്ക് സ്വന്തം ഭർത്താവിനെ, കുഷ്ഠരോഗിയായ ഭർത്താവിനെ കൊട്ടയിൽ കയറ്റി വെച്ച് ചുമന്ന് വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ശീലാവതി ഉണ്ടായത്. അങ്ങനെയുള്ള കുറെ ബിംബങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇതൊക്കെ പിതൃദായക ക്രമത്തിന്റെ മാരീച വേഷങ്ങളാണ്. അതില് നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല. ഇതിനെയൊക്കെ പൊളിച്ചെഴുതാൻ ഈ സിജുവൻ പറഞ്ഞത് തന്നെയാണ് ചെയ്യേണ്ടത്. ശരിയായിട്ടുള്ള ഒരു വ്യാഖ്യാന രീതിശാസ്ത്രം തന്നെ നമ്മളിവിടെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത്രയേ പ്രശ്നമുള്ളൂ. ആരും ശ്രദ്ധിക്കാൻ ഒരു കാര്യം, മുതലാളിത്തത്തിനുള്ള പങ്ക് അത് ഇരുതലവാൺ മൂർച്ചയുള്ള പങ്കാണ്. ആ ഉദാഹരണം അത്ര ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. മുതലാളിത്തം ഇവിടെ ലിപ്സ്റ്റിക്ക് മുതലാളി, ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമയ്ക്ക് ഒരു ഉദ്ദേശമുള്ളൂ, അവര് ബുർക്ക ധരിക്കുന്ന സ്ത്രീകൾ ലോകത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. കാരണം ലിപ്സ്റ്റിക് എന്താണ്, ചുണ്ടത്ത് പറ്റാനുള്ളതാണ്. അപ്പൊ ചുണ്ട് പുറത്ത് കാണിക്കുന്ന രീതിയിൽ നടക്കുന്ന സ്ത്രീകളെയാണ് അവർക്ക് ആവശ്യം. ഈ പർദ്ദ ഉണ്ടാക്കുന്ന ആളുകള് പർദ്ദയുടെ ഫെമിനിസ്റ്റ്, അതായത്
പർദ്ദ ധരിക്കുന്നതിലെ ഫെമിനിസം ഒക്കെ ലേഖനങ്ങളൊക്കെ എഴുതിക്കുക. അതിനൊക്കെ അവർ ഫണ്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ 200 കോടി മുസ്ലിങ്ങളുള്ളതിൽ 100 കോടി മുസ്ലിം സ്ത്രീകളാണുള്ളത്. അതിൽ 50 കോടി ആളുകൾ ഒരു വർഷം ഓരോ പർദ്ദ എടുത്താൽ, പത്മശ്രീ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ, എന്റെ ആരാധകർ ഓരോരുത്തരും ഒരു ദിവസം 2 പൊറോട്ട വെച്ച് തിന്നാൽ നമ്മുടെ പൊറോട്ട ഒരു 50 ലക്ഷം ചെലവാകും ഒരു ദിവസം. സൂപ്പർ സ്റ്റാറിന്റെ പൊറോട്ട. അതുപോലെയാണ് ഇത് പർദ്ദയുടെ കണക്ക്. അപ്പൊ 50 ലക്ഷം പർദ്ദ ഒരു വർഷം ചെലവായാൽ എത്ര കോടി രൂപ ലാഭമുണ്ടാവും? അപ്പൊ അതിനുവേണ്ടി പർദ്ദ പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ പെണ്ണിനെ പർദ്ദയ്ക്ക് ഉള്ളിലാക്കുന്നതും, അതായത് മാറ് മറപ്പിക്കുന്നതും മാറ് തുറന്നിടിയിപ്പിക്കുന്നതും, മുഖം മറപ്പിക്കുന്നതും മുഖം തുറന്നിടിയിപ്പിക്കുന്നതും, ഉടുപ്പിക്കുന്നതും ഉടുപ്പ് അഴിപ്പിക്കുന്നതും ഒക്കെ ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റ് അതിൽ ഉണ്ട് എന്നുള്ള കാര്യം വളരെ ശരിയാണ്. കുറഞ്ഞ ചെലവിൽ പുരുഷൻ ചെയ്യുന്ന ജോലി ചെയ്യിക്കാൻ പെണ്ണിനെ കൊണ്ട് പറ്റും എന്ന് കണ്ട മുതലാളിത്തമാണ്. അവരുടെ ലാഭം കൂട്ടാൻ വേണ്ടി പെണ്ണിന് തൊഴിൽ കൊടുക്കണമെന്നും പെണ്ണിനെ പഠിപ്പിക്കണമെന്നും അവൾ പുറത്തേക്ക് ഇറങ്ങണമെന്നും ഫെമിനിസത്തിൽ കൂടെ ഒരു ഭാഗത്ത് കൂടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയച്ചാൽ ഇതെടുത്ത് ഉപയോഗിക്കും മതക്കാർ. ഇതന്നെ ഞങ്ങളുടെ ആചാര്യം പറഞ്ഞത് ഇതാണ്. എന്ത്? പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കരുത്, അവളെ പുറത്തിറക്കരുത്, അവളെ മറക്കുടയുടെ ഉള്ളിൽ ഇരുത്തണം, അന്തർജനമായിട്ട് ഇരുത്തണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം മുതലാളിത്ത ചൂഷണം വരുമെന്നും അത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് വരെ വ്യാഖ്യാനം മതപണ്ഡിതന്മാര് ഇപ്പോ നടത്തും. പക്ഷെ അതൊന്നല്ല യാഥാർത്ഥ്യം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ പിതൃദായ ക്രമത്തിന്റെ പുരുഷാധിപത്യ വ്യവസ്ഥയുടെ സ്ത്രീയെ അടിമയാക്കി നിർത്താനുള്ള പുരുഷന്റെ കഴിവുകേടിന്റെ മാരീച വേഷങ്ങളാണ്. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. തൽക്കാലം ഞാൻ പ്രസംഗിക്കും.